പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടിയേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 12 എന്നുള്ള 4 സംഖ്യ നിങ്ങളുടെ കൈവിരലിൽ ഒന്ന് എഴുതുക. ഇതിനെ ഒരു അദ്ഭുത സംഖ്യ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾ എഴുതേണ്ടതിന് ചില രീതികളും ചില സമയക്രമങ്ങളും ഒക്കെയുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ ഒരു ചിലവും വരുന്നതുമില്ല. എന്നാൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കും എന്നുള്ളതാണ് 101% ഉറപ്പാണ്. മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്തതിനു ശേഷം എന്റെ ജീവിതത്തിൽ സ്വന്തം അനുഭവത്തിൽ വന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളോട് ഇന്നത്തെ അധ്യായത്തിലൂടെ ഈ ഒരു കാര്യം പങ്കുവെക്കുന്നത്. കാരണം ജീവിതത്തിൽ പലപ്പോഴുള്ള ചില പ്രശ്നങ്ങൾ ചില സമയത്തൊക്കെ നേരിടുകയും പല പ്രശ്നങ്ങളുടെയും പരിഹാരം കാണുവാൻ എന്താണ് ഒരു വഴി എന്ന് ചിന്തിച്ചിട്ട് പോകുന്ന വഴി ഒരു വഴിയും കിട്ടാത്ത അവസ്ഥയിലൂടെ കഷ്ടപ്പാടുകളും വിഷമതകളും അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അധ്യായം നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട എത്ര വലിയ ഒരു ആഗ്രഹമാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ 12 എന്ന സംഖ്യ നിങ്ങളുടെ ഏത് വിരലിലാണ് എഴുതേണ്ടത് എന്നും അതുപോലെ തന്നെ നിങ്ങൾ ഇത് എഴുതുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ 12 എന്ന സംഖ്യാശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഏകോപിപ്പിച്ച് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രപഞ്ചശക്തി മുഴുവനായിട്ട് നിങ്ങളെ തുണയ്ക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ 12 എന്ന സംഖ്യ ഏഞ്ചൽ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. മാലാഖ നമ്പർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഏത് മതത്തിലുള്ള ആളുകൾക്കും ഏതൊരു മനുഷ്യനും ഇത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർ ആണെങ്കിലും ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിൽ പ്രാപിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു കിട്ടുവാനായിട്ട് ഈ 12 എന്ന സംഖ്യ നിങ്ങളുടെ കൈവിരലിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും എല്ലാം വിശദമായി പറയാം. ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കൈവിരലിൽ എഴുതേണ്ട സമയത്തെ പറ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എഴുതുവാൻ തിരഞ്ഞെടുക്കേണ്ട സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയമായിരിക്കണം. ഈ സമയത്ത് എഴുതിയാൽ മാത്രമേ കൃത്യമായ ഫലങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും എഴുതി തുടങ്ങാവുന്നതാണ്. നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ഇടത് കൈയിലെ മോതിര വിരലിലാണ്. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെ ഈ ഒരു മോതിര വിരൽ തുടങ്ങുന്ന ഭാഗത്തു നിന്ന് എഴുതി തുടങ്ങുക. ഇനി നിങ്ങൾ ആ വിരലിൽ മോതിരം ധരിച്ചിട്ടുണ്ടെങ്കിൽ മോതിരം കടക്കുന്നതിന്റെ ബാക്കി ഭാഗത്തു നിന്ന് എഴുതി തുടങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് മോതിര വിരലിന്റെ അറ്റത്ത് നിന്ന് എഴുതാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു 12 എന്ന് എഴുതുവാൻ പച്ച മഷിയുള്ള പേനയോ നീല മഷിയുള്ള പേനയോ ആയിരിക്കണം. ഒരു കാരണവശാലും കറുപ്പോ ചുവപ്പോ ഉപയോഗിക്കുവാൻ പാടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പച്ച നിറമുള്ള മഷിയുള്ള പേനയോ നീല മഷിയുള്ള പേനയോ എടുത്ത് കയ്യിൽ പിടിച്ചതിനു ശേഷം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം ഒരു കാരണവശാലും കറുപ്പോ ചുവപ്പോ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുവാൻ പാടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പച്ച നിറമുള്ള മഷി പേനയോ ഒരു നീല മഷിയുള്ള ഒരു പേനയോ കയ്യിലെടുത്ത് പിടിച്ചതിനു ശേഷം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു ആഗ്രഹത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടത് കൈയുടെ മോതിര വിരലിൽ ഇത് പറഞ്ഞ പോലെ 12 എഴുതുക. എഴുതിയതിനു ശേഷം വീണ്ടും ഒരു 10 സെക്കൻഡ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും നടന്നു കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും
ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന 12 എന്നുള്ള എഴുത്ത് ഒരു കാരണവശാലും അരമണിക്കൂർ സമയത്തേക്ക് മാഞ്ഞു പോകുവാൻ പാടുള്ളതാണ്. അതിനാൽ ആ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ മറ്റു ജോലികൾ ഒന്നും ചെയ്യാതെ അതിനു വേണ്ടി മാറ്റിവെക്കുന്നതായിരിക്കും ഉത്തമം. അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് താനേ മാഞ്ഞു പോയിട്ടാകും, ഒരു പ്രശ്നവുമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികൾക്ക് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിച്ചു എന്നുള്ളതും വാസ്തവമാണ്. എന്റെ വ്യക്തിപരമായ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഒരു വർഷം മുൻപ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒരു കാരണവശാലും നടന്നു കിട്ടുവാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് 2ാമത്തെ ദിവസം തന്നെ ഒരു അത്ഭുതം എന്ന പോലെ തന്നെ ആ ഒരു കാര്യം ജീവിതത്തിൽ നടന്നു കിട്ടി. അതിനുശേഷം ഈ കഴിഞ്ഞ മാസം ജീവിതത്തിൽ വളരെ വലിയൊരു പ്രതിസന്ധി നിറഞ്ഞ പല പ്രതിസന്ധികളും ഇത് ചെയ്തവർക്ക് അകന്നു പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം വീണ്ടും ചെയ്തു നോക്കണമെന്ന് ഒരു ചിന്ത എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അത് എന്നിൽ വീണ്ടും അത്ഭുതം ഉളവാക്കുകയും ഈ ഒരു കാര്യത്തോടുള്ള വിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തത് കാരണം തന്നെ 1ാമത്തെ ദിവസം തന്നെ ഒരു അത്ഭുതം എന്ന പോലെ തന്നെ ഒരു ഫലമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. മാത്രമല്ല മറ്റുള്ള പല വ്യക്തികളും ചെയ്തതിനു ശേഷം അവരുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. അനുഭവങ്ങൾ നേരിട്ട് കേട്ടറിഞ്ഞിട്ടുള്ള ഒരു പരിചയവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇത്ര ഉറപ്പോടെ ഈ കാര്യം ചെയ്യണമെന്ന് പറയുന്നതിലും എനിക്കുള്ള ഉത്സാഹം ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു 12 എന്ന് മോതിര വിരലിൽ എഴുതി നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് കാര്യസാധ്യവും ആയാൽ പോലും നിങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് എഴുതുകയും 3ാമത്തെ മുഴുവനായി 21 ദിവസം സ്വീകരിക്കും. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വീണ്ടും ആവശ്യം വരുമ്പോൾ ഈ ഒരു വിദ്യ ഫലം നൽകുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തവണ ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് കാര്യസാധ്യം നടന്നതിനു ശേഷം എഴുതുക. ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ അടുത്ത കാര്യത്തിന് വേണ്ടി ചെയ്യുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. അതായത് സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ചെയ്യാമോ? എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും? പ്രത്യേകിച്ച് എന്തെങ്കിലും നോയമ്പ് നോക്കേണ്ടതായിട്ടുണ്ടോ? എന്തെങ്കിലുമുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടാകും. എന്നാൽ സ്ത്രീകൾക്ക് ഒരു അശുദ്ധിയും നോക്കാതെ എല്ലാ സമയത്തും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നോയമ്പും ചിട്ടകളും ഒക്കെ നോക്കേണ്ടതില്ല. ഇനി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനും തെറ്റൊന്നുമില്ല. എന്നാൽ കുളിച്ചിട്ട് ചെയ്യണമെന്ന് ഒരു നിബന്ധനവും ഇല്ല. അതുപോലെ തന്നെ ഏത് ഭക്ഷണം കഴിച്ചിട്ടും ഇങ്ങനെയാണെങ്കിലും ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആദ്യം മുതൽ വീണ്ടും ചെയ്യുക. അതുപോലെ തന്നെ ഏത് ഭക്ഷണം കഴിച്ചിട്ടും എങ്ങനെയാണെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായി ചെയ്താൽ ഫലം കിട്ടും. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ ഫലം കിട്ടും. ഇത് നടക്കുമോ എന്ന് വെറുതെ ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് വിശ്വാസമില്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫലം ലഭിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയിരിക്കും എന്ന് 100% വിശ്വസിച്ച് ഈ ഒരു കാര്യം ചെയ്യുക. മിക്ക ആളുകൾക്കും 1-2 ദിവസം ചെയ്യുമ്പോൾ തന്നെ ആഗ്രഹം എന്തായാലും അത് നടന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ആഗ്രഹിക്കാം എന്നുള്ളതും മറ്റൊരു സംശയമായിരിക്കും. അതായത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ അതോ ആരോഗ്യ കാര്യങ്ങളെ പറ്റി ആഗ്രഹിക്കാമോ എന്നൊക്കെ പല ആളുകൾക്കും സംശയം ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും നടന്നു കിട്ടുവാൻ സാധിക്കില്ല എന്ന് തന്നെ പോയിരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അതൊരു പക്ഷേ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത പണം, സ്വർണമാകാം, ഒരു നല്ല ജോലിയാകാം, വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് പണമാകാം, അസുഖങ്ങൾ മാറി കിട്ടണം എന്നുള്ളതാകാം, മക്കളുടെ വിവാഹം നടക്കണം എന്നതാകാം, കുടുംബത്തിലെ മനസ്സമാധാനമാകാം, അങ്ങനെ എന്തുമാകാം. ആഗ്രഹം എന്തു തന്നെ ആയാലും ഈ പറഞ്ഞ പോലെ കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹം ആണെങ്കിൽ പോലും അത് 21 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതും ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്ന സമയത്ത് ഇത് എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം ഇതൊന്ന് ആരോടും പറയുവാൻ നിൽക്കരുത്. നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗ്രഹ സഫലീകരണം നടക്കുമെന്ന് മറ്റുള്ളവരോട് പറയാവുന്നതാണ്. ഇത് ചെയ്ത എല്ലാ ആളുകൾക്കും ഫലം കിട്ടിയ
കാര്യമാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കാര്യം, എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക.